ശ്രീകൃഷ്ണന്റെ മുടിയനായ പുത്രന്റെ കഥ അറിയാമോ? ശ്രീകൃഷ്ണ ഭാര്യയായ ജാംബവതിക്ക് സന്താനങ്ങൾ ഇല്ലാതിരുന്നതിൽ അതീവ ദുഃഖിത ആയിരുന്നു. സഹഭാര്യമാരായ രുക്മിണി സത്യഭാമതികൾക്ക് പുത്രന്മാർ ഉണ്ടായതും അവളുടെ ദുഃഖം ഇരട്ടിപ്പിച്ചു. എന്നാൽ ഇനി ജനിക്കുന്ന ഒരു പുത്രനാലാകും തന്റെ വംശം മുഴുവൻ നശിക്കുക എന്ന് കൃഷ്ണൻ നേരത്തെ അറിവുണ്ടായിരുന്നു. അതിനാൽ തന്നെ മഹാദേവന്റെ സംഹാരശക്തിയും ഇനി ജനിക്കുന്ന പുത്രൻ വേണം എന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പിച്ചു. കൃഷ്ണൻ ഹിമാലയത്തിൽ എത്തി 6 മാസക്കാലം കഠിനമായ തപസ് ചെയ്തു. ഒടുവിൽ പാർവതി ദേവിയോട് കൂടി മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും കൃഷ്ണന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിരുന്ന മഹാദേവൻ സുന്ദരനും സമർത്ഥനുമായ ഒരു പുത്രൻ ജനിക്കും എന്ന് അനുഗ്രഹിച്ച് മടങ്ങും. തുടർന്ന് കൃഷ്ണനും ജാംബവതിക്കും ഒരു പുത്രൻ ജനിക്കുകയും ആ കുഞ്ഞിന് മഹാദേവന്റെ നാമമായ സാംബൻ എന്ന് നാമകരണം ചെയ്യുന്നു. കാഴ്ചയിൽ സാംബൻ സാക്ഷാൽ ശ്രീകൃഷ്ണനെ പോലെ തന്നെ ആയിരുന്നു.